തമിഴ്നാട്ടിൽ ഗവർണർ സർക്കാർ പോര് നടന്നിരുന്നു. ആ കാലം നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്നൊരു അനുകൂല വിധി നേടുകയും ചെയ്തിരുന്നു. സർക്കാരിൻ്റെ അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കുന്ന ഉത്തരവുകൾ ഗവർണർ അല്ലെ രാഷ്ട്രപതി എന്നിവർ ദീർഘകാലം വെച്ച് താമസിപ്പിക്കരുതെന്നും അതിൽ സമയബന്ധിതമായി ഒപ്പുവെക്കണമെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചിൻ്റെ ഉത്തരവ്. ഇതിനെതിരെ രാഷ്ട്രപതി തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. 14 ചോദ്യങ്ങളായിരുന്നു രാഷ്ട്രപതി ഇതിൽ ചോദിച്ചിരുന്നത്. ഇതിൽ നിന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് മറുപടി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു സമയക്രമം സർക്കാർ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണറും അല്ലെങ്കിൽ രാഷ്ട്രപതിയും എടുക്കേണ്ടതില്ല, അല്ല അവർക്ക് സമയക്രമം ചുമത്തേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൂടാതെ ഈ വിഷയത്തിൽ ഇപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ ഇതിനോടൊപ്പം പങ്കുചേർന്നിരുന്നു. നമ്മൾ ഈ വിഷയത്തിലേക്ക് അജിംസ് വലിയൊരു ഭരണഘടനാ പ്രശ്നമായിരുന്നു ഇത്. ഗവർണർ സർക്കാർ പോരിൽ അതിൽ രാഷ്ട്രപതിക്കൊരു സുപ്രീം കോടതി സമയക്രമം നിശ്ചയിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അതിനൊരു തീരുമാനമായി. പക്ഷേ ഈ തമിഴ്നാട് ഉന്നയിച്ച ഒരു അടിസ്ഥാന പ്രശ്നം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയല്ലേ? തീരുമാനമായില്ല എന്നുള്ളതാണ് ഇന്നത്തെ വിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഒരു സംസ്ഥാന അസംബ്ലി പാസ്സാക്കുന്ന ഒരു ബില്ല്, ആ ബില്ല് അസെൻഡ് ചെയ്യുന്നു, പിടിച്ചു വയ്ക്കുന്നു, അത് എത്ര നാൾ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തമിഴ്നാട്ടിലുണ്ടായപ്പോഴാണ് മുമ്പ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതി ഒരു അതിശക്തമായ വിധി, ഒരു ടൈം ലൈൻ കൊടുത്തിട്ട് ഈ സമയത്തിനുള്ളിൽ അത് പാസ്സാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വിധിയെ തുടർന്ന് പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് സുപ്രീം കോടതിക്ക് അയക്കുന്നു. അതിന് 14 ചോദ്യങ്ങൾ. ചില ചോദ്യങ്ങളൊക്കെ കാര്യമില്ലാത്ത ചോദ്യങ്ങളാണ്. 14 ഒരു ചോദ്യമാണ്, ഏറെക്കുറെ ഒരു ചോദ്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. പക്ഷേ ചിലതൊക്കെ ഇറവലൻറ്റുമാണ്, അതിന് മറുപടിയും കൊടുത്തിട്ടില്ല. പക്ഷേ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഗവർണർമാർക്കും പ്രസിഡന്റിനും ടൈം ലൈൻ നിശ്ചയിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെ ടൈം ലൈൻ പറഞ്ഞിട്ടില്ല. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന മറ്റോ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട്, ആസ് ഇയർലിയസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഭരണഘടന അതിനെ വിശേഷിപ്പിച്ചത്. അതെന്തിനായിരിക്കും അങ്ങനെ വേഗമായിട്ട് നിർത്തിയേക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച് വലിയ ഡിബേറ്റ് നടന്നൊരു കാര്യമാണ്. ഈ ഡിബേറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ അംബേദ്കർ ഭരണഘടനാ ശില്പി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെ ഉദ്ധരിക്കാറുണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പ്രയോഗം ഭരണഘടനയിൽ. ഈ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാക്ക് ഉപയോഗിക്കണോ അതോ ഫെഡറൽ ഒരു ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് ഉപയോഗിക്കണം എന്നുള്ള തർക്കവും നടന്നിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ തർക്കം വരാൻ കാരണം അന്ന് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ യൂണിയനിസ്റ്റുകളും ഫെഡറലിസ്റ്റുകളും ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഒരു ശക്തമായ യൂണിയൻ എന്ന സങ്കല്പം ആണ് ഇന്ത്യക്ക് വേണ്ടത്. അതായത് സംസ്ഥാനങ്ങൾക്ക് അത്ര അധികം പവർ വേണ്ട, സ്ട്രോങ്ങർ യൂണിയൻ. അത് സംസ്ഥാനങ്ങൾ കുറച്ച് വീക്കായാലും പ്രശ്നമില്ല, അപ്പോഴാണ് ഒരു കെട്ടുറപ്പുള്ള രാജ്യം ഉണ്ടാവും എന്ന അഭിപ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. മറുവശത്ത് അങ്ങനെയല്ല, സംസ്ഥാനങ്ങൾക്ക്, പ്രൊവിൻസുകൾക്ക് അധികാരം വേണം, അവർക്ക് കൂടുതൽ ശക്തി വേണം. യൂണിയൻ എന്നുള്ളത് കുറേ കൂടി ഒരു ലിബറൽ മാതൃകയിലായിരിക്കണം, ലൈക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അംബേദ്കർ ഏത് പക്ഷത്തായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അംബേദ്കർ ഒരു ശക്തനായ യൂണിയൻവാദിയായിരുന്നു. അതായത് ശക്തമായ യൂണിയൻ സർക്കാർ എന്നുള്ളതായിരുന്നു അംബേദ്കറുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇതിനെ ഈ ഫെഡറലിസ്റ്റുകൾ അതിശക്തമായി ചോദ്യം ചെയ്തു. വലിയ ഡിബേറ്റുകളാണെന്ന്. പക്ഷേ ഈ ഡിബേറ്റ് നടക്കുമ്പോഴും നമുക്കറിയാം അംബേദ്കറുടെ ഈ യൂണിയൻ പക്ഷത്ത് തന്നെയായിരുന്നു നെഹ്റുവും പട്ടേലും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ പേരും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ കൂടുതൽ പേരും യൂണിയൻ പക്ഷത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ യൂണിയൻ പക്ഷത്തിന് വേണ്ടി മറുപടി പറയുന്നുകൊണ്ടിരുന്ന അംബേദ്കർ തന്നെയാണ്. അംബേദ്കർ യൂണിയൻ ശക്തമാവണമെന്ന് അദ്ദേഹത്തിന് പലവിധ ന്യായങ്ങളുണ്ട്. പലവിധ ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. യൂണിയൻ ശക്തമായാൽ മാത്രമേ കെട്ടുറപ്പുള്ള ഒരു രാജ്യം ഉണ്ടാവൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ ഫെഡറലിസ്റ്റുകൾ ഈ പറയുന്ന ഈ ഒരൊറ്റ പോയിന്റിൽ, ഈ ബില്ല് പാസ്സാക്കുമ്പോൾ ഗവർണർമാരും പ്രസിഡന്റുമാരും സ്വീകരിക്കുന്ന ടൈം ലൈൻ സംബന്ധിച്ച പോയിന്റിൽ എത്ര നാൾ കൊണ്ട് അത് അസെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് വൈകിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബിൽ അംഗീകരിച്ചതായി കണക്കാക്കണം എന്നൊക്കെ വാദിച്ച് ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷേ അംബേദ്കർ അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണെന്ന് ചെയ്തത്. അംബേദ്കർ പറഞ്ഞത് അത് ഗവർണർമാരുടെ മേൽ ചുമത്തുന്ന അനാവശ്യമായ സമ്മർദ്ദമാണ്. കാരണം അത് അംബേദ്കർക്ക് അതിൻ്റെ ന്യായമുണ്ട്, ആ പറഞ്ഞതിൽ ന്യായമുണ്ട്. അതിൻ്റെ കാരണം ഒരു ബില്ല് പാസ്സായി, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കരുതുക. ചിലപ്പോൾ ഒരു പക്ഷേ ഗവർണർക്കും പ്രസിഡന്റിനും അതിൽ കൺസൾട്ടേഷൻ ആവശ്യം വരും. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളത് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഗവർണറും പ്രസിഡന്റും വെറും റബ്ബർ സ്റ്റാമ്പാവാണ്. അവരെന്ത് ചെയ്യണം? അവർ ഒരുപക്ഷെ സുപ്രീം കോടതി തന്നെ കൺസൾട്ട് ചെയ്യേണ്ടി വരും, ഭരണഘടനാ വിദഗ്ധരെ കൺസൾട്ട് ചെയ്യേണ്ടി വരും ഈ നിയമത്തിൻ്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ അവർ ഒപ്പിടണം എന്ന് നിർബന്ധം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൺസൾട്ടേഷൻ നടക്കില്ല എന്ന് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നിന്നും ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പാസ്സാകാനും സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അംബേദ്കർക്ക് ഈ ഗവർണർ, യൂണിയൻ ഗവൺമെൻറ് എന്നതിനെക്കുറിച്ച് കുറേ കൂടി പോസിറ്റീവായ സമീപനമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇന്നത്തെ ഒരു കാലം അദ്ദേഹം ഫോർസീ ചെയ്തു എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അദ്ദേഹം എന്ന് പറയുക ഗവർണർ, പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ
ഒരു ഒരു ജെന്റിൽമാൻ ജെന്റിൽ വുമൺ സ്റ്റൈലിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക. മറ്റൊന്ന്, അദ്ദേഹം ഈ പറയുന്ന പ്രൊവിഷൻസിനെ കുറിച്ച് പറഞ്ഞാൽ അതൊക്കെ ഡെഡ് ലെറ്റേഴ്സ് ആണെന്നാണ്. ഏത് ഈ പ്രസിഡന്റിനും ഗവർണർക്കും കിട്ടുന്ന ഈ ഒരു എന്താണ് പറയുക, ഒരു ഡിസ്ക്രിഷണറി പവർ ഉണ്ടല്ലോ, ആ പവറുടെ ഡെഡ് ലെറ്റേഴ്സ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം ഡെഡ് ലെറ്റേഴ്സ് എന്ന് ഉപയോഗിച്ച അതേ വാക്കുകൾ, അതേ ഭരണഘടനയിൽ അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് യൂണിയൻ സർക്കാർ അമിതാധികാര പ്രയോഗം നടത്തുകയും ഫെഡറലിസത്തെ കുഴിച്ചുമൂടുകയും ചെയ്യുന്നു എന്നാണ് കോടതി പോലും കണ്ടെത്തി, കഴിഞ്ഞ ഏപ്രിൽ സുപ്രീം കോടതി പോലും കണ്ടെത്തിയത്. അപ്പോൾ ഇവിടെ ഒരു ഭരണഘടനാ ബെഞ്ച് ഒരു പ്രസിഡൻഷ്യൽ റഫറൻസിനെ പരിഗണിക്കുകയാണ് ഇങ്ങനെയൊരു പ്രതിസന്ധിയിൽ. ശരിക്കും സുപ്രീം കോടതി എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് വെച്ചാൽ ഭരണഘടനയിൽ വേഗമായിട്ടുള്ള ഭാഗങ്ങൾ, ഭരണഘടനയിൽ ഒഴിച്ചിട്ടിട്ടുള്ള ഭാഗങ്ങൾ, അതിന് ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ പണി. സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ജോലി ഈ ഭരണഘടനാ വ്യാഖ്യാനമാണ്. അപ്പോൾ ഇതിങ്ങനെ വേഗമായി കിടക്കുന്നതല്ല, അതൊരു അബദ്ധമോ മറവിയോ അല്ല എന്നുള്ളത് സുപ്രീം കോടതിക്ക് അറിയാം. അത് ഒരുപാട് ഡിബേറ്റ് ചെയ്യപ്പെട്ട് ഒരുപാട് ഡിബേറ്റുകൾക്ക് ഒടുവിൽ തന്നെയാണ് അങ്ങനെ ഒരു ടൈം ലൈൻ വേണ്ടതില്ല എന്നൊരു ഭാഗം അവിടെ കിടക്കുന്നത്. അങ്ങനെ വേഗമാണ് എന്ന് നമുക്കിപ്പോൾ തോന്നുന്ന ഭാഗം അവിടെ കിടക്കുന്നത് ഒരുപാട് ഡിബേറ്റിന് ശേഷമാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊരു എന്താണ്, മാർക്സിയൻ ഭാഷയിൽ പറഞ്ഞൊരു സമൂർത്ത സാഹചര്യമാണ്. ഈ സമൂർത്ത സാഹചര്യത്തിൽ കോടതി എങ്ങനെയായിരിക്കണം ഈ ഭരണഘടനയെ വ്യാഖ്യാനിക്കേണ്ടതെന്നാണ് ചോദ്യം. കോടതി പറയുന്നതിൽ ന്യായങ്ങളുണ്ട്. കോടതി എന്താണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഡിബേറ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. കോടതി അങ്ങനെ പറയുന്നില്ലെങ്കിലും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ധാരാളമായി ഡിബേറ്റ് ചെയ്യുകയും ആ ഭാഗം വേഗമായിട്ട് ഇടുകയും ചെയ്യുകയാണ്. ഒരു ടൈം ലൈൻ ഇടാതെ ഇടുകയും ചെയ്തത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് കൺസൾട്ടേഷനോടുകൂടി ഗവർണർക്കും പ്രസിഡന്റിനും പരിശോധിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിന് പകരമായിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അനന്തമായി ഇതിനെ പിടിച്ചു വയ്ക്കുന്നു, വർഷങ്ങളോളം പിടിച്ചു വയ്ക്കുന്നു. തമിഴ്നാട് കേസിൽ 2-3 വർഷമാണ്, കേരളത്തിൻ്റെ ഇപ്പോൾ 2 വർഷമായിട്ടായി. കേരളത്തിൻ്റെ കേസുകൾ 2 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഈ സാഹചര്യത്തിൽ ആണ് ഭരണഘടനയെ വ്യാഖ്യാനിക്കേണ്ടത്. ഭരണഘടന 1950 വ്യാഖ്യാനിക്കുന്ന പോലെയല്ലോ 2025 വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ സുപ്രീം കോടതി കുറേ കൂടി ക്ലാരിറ്റി ഇക്കാര്യത്തിൽ നൽകേണ്ടതാണ്. കാരണം നമ്മുടെ മുമ്പിൽ സമൂർത്തമായൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, ഇത് തിരിച്ചു കൊടുക്കണം, തിരിച്ച് അസംബ്ലിയിലേക്ക് അയക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇനി അങ്ങനെ ഉണ്ടാവുകയാണ് അനന്തമായി, ഇപ്പോൾ തമിഴ്നാട് കേസ് പോലെ അനന്തമായി നീളുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി സമീപിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് തുറന്നിടുന്നത് മുമ്പ് DY ചന്ദ്രചൂഡ് ഗ്യാൻവാപ്പി പള്ളിയിൽ സർവേ നടത്താൻ ഉത്തരവിട്ടതുപോലെയാണ്. ഒരു പണ്ടോര ബോക്സ് തുറക്കുകയാണ് ഇനി. കാരണം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ കൂടുതൽ ഒട്ടുമിക്ക ഗവർണർമാരും എന്ത് ചെയ്യും? ഈ ഒരു പ്രസിഡൻഷ്യൽ റഫറൻസിൻ്റെ റെഫർ ചെയ്തുകൊണ്ട് തന്നെ അവർ പിടിച്ചു വയ്ക്കാൻ തുടങ്ങും. ഈ സംസ്ഥാനങ്ങൾ മുഴുവൻ സുപ്രീം കോടതി കയറി നിരങ്ങേണ്ടി വരും. അതാണ് നടക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ ഇനിയൊരു കുറേ അധികം കേസുകൾ സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് വരാൻ പോവാണ്. അപ്പോൾ സുപ്രീം കോടതി ഇവിടെ ചെയ്ത ഒരു കാര്യം, ഇതൊന്ന് ക്ലാരിറ്റി വരുത്തിയില്ല എന്നുള്ളൊരു പ്രശ്നം. 2, ദീർഘ നിയമ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുന്ന നിരവധി കേസുകളുടെ പണ്ടോര ബോക്സ് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ജുഡീഷ്യൽ ഇൻറ്റഗ്രിറ്റി ഉള്ളൊരു പ്രസിഡൻഷ്യൽ റഫറൻസ് ആണെന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പ്രസിഡൻഷ്യൽ റഫറൻസ് സുപ്രീം കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടതിന് പകരം അതിനെ കൂടുതൽ വേഗമാക്കുകയും കൂടുതൽ നിയമയുദ്ധങ്ങളിലേക്ക് വഴി തുറക്കുകയും ചെയ്യുന്ന ഒരു മറുപടിയാണ് പ്രസിഡന്റിന് സുപ്രീം കോടതി കൊടുത്തത്. സാർ, നമുക്കറിയാം കേരളം, ബംഗാൾ, തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങളാണ് എപ്പോഴും ഗവർണർമാരുമായിട്ടുള്ള കലഹം നടക്കുന്നതും കോടതിയിലേക്ക് നീങ്ങുന്നതും. ഇപ്പോൾ ഈ കോടതി വിധി അല്ലെങ്കിൽ ഈ കോടതിയുടെ ഈ പരാമർശം മുൻനിർത്തി വീണ്ടും കോടതിയിലേക്ക് തന്നെയല്ലേ പോകേണ്ടി വരുന്ന ഒരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ? അതെ, ഇതിൽ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സെനാരിയോ നമ്പർ 1 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപക്ഷെ ഔട്ട് ഓഫ് ഹൗസിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച വിഷയം സംസ്ഥാനങ്ങളുടെ സാധാരണഗതിയിലുള്ള അധികാരങ്ങളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് നിരന്തരം കടന്നു കയറുകയും, കേന്ദ്ര ഗവൺമെൻറ് എന്ന വാക്ക് സ്റ്റാലിൻ ഉപയോഗിക്കാറില്ല, യൂണിയൻ ഗവൺമെൻറ്, യൂണിയൻ അരസ്റ്റ് നിരന്തരമായി കടന്നു കയറുകയും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്ന GSTയിലൂടെ സംസ്ഥാനങ്ങളുടെ വിഭവാധികാരം ഇല്ലാതാക്കിയ ഒരു സെനാരിയോ നമ്പർ 1. അങ്ങനെ സംസ്ഥാനങ്ങൾ ദുർബലമാകുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ പഞ്ചായത്തുകളായി മാറുന്ന അവസ്ഥ. പിന്നെ സംസ്ഥാനങ്ങൾ ഇപ്പോൾ അവർക്കുള്ള അധികാരം അവർ എങ്ങനെയാണത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? അസംബ്ലി വഴിയാണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിയമനിർമ്മാണം നടത്തുന്നു. അതിലൂടെയാണ് സംസ്ഥാനങ്ങൾ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ, ബില്ലുകൾ, അതിന് അനുമതി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഗവർണർക്കാണ്.
അപ്പോൾ അതാണ് അജിംസ് അതിനെക്കുറിച്ചാണ് വിശദം പറഞ്ഞത്. ആ അനുമതി മൂന്ന് ചോയ്സസ് ആണ്, ഓപ്ഷൻസ് ആണ് ഗവർണർക്ക് മുമ്പിലുള്ളത്. ഒന്നുകിൽ അസെൻറ്റ്, അനുമതി കൊടുക്കുക, അല്ലെങ്കിൽ റീകൺസിഡറേഷന് വേണ്ടിയിട്ട് തിരിച്ചയക്കുക, ഇങ്ങോട്ട് ക്യാബിനറ്റിലേക്ക് തിരിച്ചയക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചയക്കുക. മൂന്നാമത്തത് പ്രസിഡൻഷ്യൽ റെഫറൻസിൽ പ്രസിഡൻസിന് കൊടുക്കുക, പ്രസിഡൻറ്റ് രാഷ്ട്രപതിക്ക് കൊടുക്കുക, എന്താ വെച്ചാൽ കാട്ടിക്കോ എന്ന് പറഞ്ഞിട്ട്. ഈ 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പക്ഷേ ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ ഒരു ടൈം ലൈൻ ഇല്ല. എപ്പോൾ ചെയ്യും, ഏതുവരെ പോകാം, അങ്ങനെ ഒരു പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് അത് അങ്ങനെ ടൈം ലൈൻ വെക്കാത്തതിൻ്റെ ഒരു പശ്ചാത്തലം അജിംസ് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ടൈം ലൈൻ വെക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ ഗുഡ് ഫെയ്ത്താണ്. ഇതൊക്കെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളാണ്. ഗവർണർ എന്നൊക്കെ പറയുന്നത് വളരെ മഹത്തരമായിട്ടുള്ള, വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഭരണഘടനാ പദവിയാണ്. അവിടെ ഇരിക്കുന്ന ഒരാൾ അയാൾക്ക് തോന്നുമ്പടി പ്രവർത്തിക്കുകയല്ല, അയാൾ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കും എന്നുള്ള ധാരണയിലാണ് അങ്ങനെ ഒരു കലണ്ടർ വെക്കാതിരിക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? രവി എന്ത് ചെയ്തു? ഇങ്ങേര് അസെൻറ്റ് കൊടുക്കുന്നില്ല, തിരിച്ചയക്കുന്നില്ല, രാഷ്ട്രപതിക്ക് വിടുന്നില്ല. അപ്പോൾ സ്റ്റാലിൻ എന്ത് ചെയ്യും? സ്റ്റാലിൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. അങ്ങേർക്ക് വർക്ക് ചെയ്യണ്ടേ? ഇത് സ്റ്റാലിൻ എന്ന് പറയും, മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ ഇത് കോടതി വിധി എപ്പോഴും പറയുന്നുണ്ട്. ആരാണ് ഡ്രൈവർ? ഡ്രൈവർ എലക്റ്റഡ് ചീഫ് മിനിസ്റ്ററാണ്, ക്യാബിനറ്റാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അവർക്കാണ് അധികാരം. അവർ ക്യാബിനറ്റിൻ്റെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട പണി മാത്രമാണ് ആർക്കുള്ളത്? ഗവർണർക്കുള്ളത്. ഇതൊക്കെ സെറ്റിൽഡ് പ്രിൻസിപ്പിൾസാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇവരെന്ത് ചെയ്യുന്നു? ഇത് അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് 2025 ഏപ്രിലിൽ ഇപ്പം ഇതിന് പ്രസിഡൻഷ്യൽ റെഫറൻസിന് വിധേയമായിട്ടുള്ള ആ വിധിയിൽ, ഏത് ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് കേസിൽ സുപ്രീം കോടതി വിധിയിൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ അധികാരം ആർക്കില്ല? ഗവർണർക്കില്ല. ഇപ്പോൾ എനിക്ക് ആ വാക്ക് ഞാൻ ആദ്യമായിട്ട് ഈ വിധിയിലാണ് കാണുന്നത്. അതിനെന്താണ് മലയാളത്തിൽ പറയുക എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു മലയാളം കക്ഷാധികാരം എന്ന് വേണേൽ പറയാം. ഗവർണർക്ക് കക്ഷാധികാരമില്ല. അതാണ് പോക്കറ്റ് വീറ്റോ അധികാരം ഗവർണർക്കില്ല എന്നാണ് ഏപ്രിലിലെ വിധിയിൽ സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ അതില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ധാരണ. ഭരണഘടനയുടെ ഒരു അതിൻ്റെ ഒരു ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയം അതാണ്. അങ്ങനെയൊക്കെ ആയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇവർ കക്ഷാധികാരം പ്രയോഗിക്കുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി എന്തു ചെയ്തു? ഒരു ടൈം ലൈൻ വെച്ചു. 3 മാസം ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒരു ടൈം ലൈൻ വെച്ചു. 3 മാസത്തിനകം ഇതിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിരിക്കണം. അല്ലെങ്കിൽ ഡീംഡ് അസെൻറ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ബാധകമാവും. 3 മാസം കഴിഞ്ഞിട്ട് അസെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അസെൻറ്റ് ആയിക്കഴിഞ്ഞു. അപ്പോൾ അത് ശരിയല്ല. അങ്ങനെ ഗവർണർ ഇതിൽ ആദ്യം വെടിവെട്ടിച്ചത് ആരാണെന്നറിയോ? ജഗ്ദീപ് ധൻഖഡ് അല്ലേ, നമ്മളെ പഴയ ഉപരാഷ്ട്രപതി. എന്താണിത്? നമ്മുടെ രാഷ്ട്രപതിയെ പോലും ഭരിക്കുന്ന ഇത് സംവിധാനമായി മാറിയോ സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കരമായി ബഹളം വെച്ചു. അപ്പോൾ ആ ബഹളത്തിന് ശേഷമാണ് രാഷ്ട്രപതിയുടെ റെഫറൻസ് പോകുന്നത്. ആക്ച്വലി രാഷ്ട്രപതിയുടെ റെഫറൻസ് അത് എടുക്കാനും എടുക്കാതിരിക്കാനുമുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. എനിവേ ഒരു ഉയർന്ന ഭരണഘടന മാന്യത അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അവരത് എടുക്കുന്നു. അതെടുത്തു പറഞ്ഞാൽ ഇവർ ചോദിച്ച ചോദ്യങ്ങളെല്ലാം സിമ്പിൾ 1 ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് ഇതിന് അധികാരം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഭരണഘടനാപരമായി രാഷ്ട്രപതിക്കും ഗവർണർക്കും ഇപ്പോഴത്തെ നമ്മുടെ നിയമത്തിൻ്റെയും ഭരണഘടനാ പ്രൊവിഷൻസിൻ്റെയും ഇത് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു കൃത്യം ടൈം ലൈൻ വെക്കുവാൻ അധികാരമില്ല എന്ന കാര്യം സുപ്രീം കോടതി സമ്മതിച്ചു. പക്ഷേ എഗൻ അഡ്വൈസറി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ രാഷ്ട്രപതി ഗവർണർമാരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, ഉടനെ അതിൽ ആക്ട് ചെയ്യണം. ഡ്രൈവർ ആരാണ്? ഡ്രൈവർ ക്യാബിനറ്റാണ് ഡ്രൈവർ, ചീഫ് മിനിസ്റ്ററാണ് ഡ്രൈവർ എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ എന്താ സമയം ഇതാരോടെ ഈ പറയുന്നത്? ഇതേക്കുറിച്ച് ഇതിങ്ങനെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇതിനൊരു പൈതൃകം ഇങ്ങനെയായിരുന്നു, ഭരണഘടനാ ശില്പികൾ ഇങ്ങനെയാണ് ഇതിനെ കണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നൊരു ധാരണയില്ലാതെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഒരു ബിഗ് യൂണിയൻ ടെറിട്ടറി ആക്കണം എന്നുള്ള പ്ലാനുമായി മുന്നോട്ട് പോകുന്നൊരു ഭരണകൂടമാണ്. അവരെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നതാണ്, ഇന്ത്യ ഈസ് എ യൂണിയൻ ടെറിട്ടറിയാണ്. അവിടുന്ന് തീരുമാനിക്കും, അതെല്ലാവരുടെയും നടപ്പിലാക്കുക. ഇതാണ് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഗവർണർമാരെ അതിന് പാകത്തിലുള്ള ഗവർണർമാരെയാണ് ഓരോ സ്ഥലത്ത് നിശ്ചയിക്കുന്നത്. ഈ പറയുന്ന ജഗ്ദീപ് ധൻഖർ കൽക്കത്തയിൽ രാജ്ഭവനിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ എന്താ ചെയ്തത് നമുക്കറിയാം. അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെ ദിവസേന എന്താണ് ട്വീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗവർണറായിരുന്നു അദ്ദേഹം.
അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു ചോദിച്ചാൽ ഗവർണറായിരുന്നു. തമിഴ്നാട്ടിൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ പ്രവർത്തിക്കുന്ന ആരാണ്? ഗവർണറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പിൽ സുപ്രീം കോടതിയുടെ ഉപദേശം കൊണ്ട് ഇത് നടക്കുമോ? നടക്കില്ല. പഴയപടി തുടരും. അപ്പോൾ സുപ്രീം കോടതി എന്താ പറയുന്നത്? പക്ഷേ അതിലൊരു എന്താണ് ഡിലേ, അനാവശ്യമായ ഡിലേ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം. എന്താ ഈ പറയുന്നത് ആലോചിച്ചു. ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്ത് ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യമാണ്. ആ പുറകിൽ നിൽക്കുന്നതിൻ്റെ എന്താണ് ഈ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലെ പ്രശ്നം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ പെൻഡൻസി ഓഫ് കേസുകൾ കെട്ടിക്കിടക്കുക. 5,10,00,000 കേസുകളാണ് ഇന്ത്യയിൽ ഇന്ന് കെട്ടിക്കിടക്കുന്നത്. 5,10,00,000 കേസുകൾ. അതിൽ 55,000 കേസ് സുപ്രീം കോടതിയിൽ തന്നെ. 5,10,00,000 കേസുകൾ കെട്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയധികം മനുഷ്യർ നീതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരു കേസിൽ ഒരു മനുഷ്യൻ മാത്രമായിരിക്കില്ല നീതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവുക. ഇതിൽ 1950 മുതലുള്ള കേസുകൾ പോലുമുണ്ട്. 1950 മുതലുള്ള കേസുകൾ പോലുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം കേസ്? ഒരു കേസിൻ്റെ ആവറേജ്, ഒരു കേസ് വന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഇന്ത്യയിലെ ആവറേജ് ഇയർ എന്ന് പറയുന്നത് സിവിൽ കേസിൻ്റെ കാര്യത്തിൽ 20 ഇയേഴ്സാണ്. ക്രിമിനൽ കേസിൻ്റെ കാര്യത്തിൽ 15 ഇയേഴ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ ഏത് അങ്ങാടി പോയി കഴിഞ്ഞാലും ഒരു കെട്ടിടം ഒഴിഞ്ഞു കിടക്കുന്ന പാതി പണിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. വർഷങ്ങളായിട്ട് അങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? പെൻഡൻസി റേറ്റ് കൂടുതലായതുകൊണ്ടാണ്. കാരണം ഇത് സെറ്റിൽ ചെയ്യണ്ടേ? സെറ്റിൽ ചെയ്യുന്നില്ല. ലോകത്ത് ഈ പറയുന്ന പെൻഡൻസി റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. ഇനിയുള്ളതാണ് ജഡ്ജ് വേഴ്സസ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ജഡ്ജിന് 1,000,000 മനുഷ്യർക്ക് എത്ര ജഡ്ജ് ഉണ്ടാവണം? അതിൻ്റെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 50 ജഡ്ജ് ഉണ്ടാവണം. 1,000,000 മനുഷ്യർക്ക് 50 ജഡ്ജ് ഉണ്ടാവണം ആവറേജ്. ഇന്ത്യയിൽ എത്രയാണെന്നറിയോ? 21. 1,000,000 മനുഷ്യർക്ക് 21 ജഡ്ജാണുള്ളത്. ഈ 21 ജഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ഇപ്പോൾ അലൊക്കേറ്റഡ് ആയിട്ടുള്ള ജഡ്ജിമാരുടെ കസേര നോക്കിയിട്ടാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹയർ ജുഡീഷ്യറിയിൽ 30% വാക്കൻസി ഇപ്പോഴും അൺഫിൽഡായിട്ട് നിൽക്കുകയാണ്. ലോവർ ജുഡീഷ്യറിയിൽ 25% വാക്കൻസി. ആ വാക്കൻസി ഫില്ല് ചെയ്താലാണ് ഞാൻ ഈ പറയുന്ന പ്രൊപ്പോർഷൻ വരുന്നത്. മനസ്സിലായോ? 21:1 million എന്നുള്ളത്. ആക്ച്വലി വേണ്ടത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അമേരിക്കയിലൊക്കെ അതിനൊക്കെ എത്രയോ അധികമാണ്. പക്ഷേ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡായിട്ട് പരിഗണിക്കപ്പെടുന്നത് 50:1 million എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പറയുന്ന പീപ്പിൾ ജഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏത് ഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ലോകത്ത് ഏറ്റവും വീക്കായി നിൽക്കുന്ന ഒരു രാജ്യം. അങ്ങനെ ഒരു രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കണം, 5 ലക്ഷം, നമ്മുടെ രാജ്യത്ത് 3,76,000 അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് ഉണ്ട്. 3,76,000. നമ്മുടെ ഇന്ത്യയിലുള്ള തടവുകാരുടെ 76% അണ്ടർ ട്രയൽസ്. എന്താണ്? വിചാരണ കാത്തു കഴിയുന്ന വിചാരണ തടവുകാർ. ഇങ്ങനൊരു സംഭവം ഉണ്ടാവും? ഈ രാജ്യത്തെ ജയിലുകളിൽ കഴിയുന്ന മനുഷ്യരുടെ 76% വിചാരണ തടവുകാർ. 3,75,000 എന്ന് പറഞ്ഞാൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണത്. ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ തടവുകാരെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്, വിചാരണ തടവുകാരുള്ള രാജ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഇങ്ങനെ വിചാരണ തടവുകാരായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടാണ്. ഡ്യൂ പ്രോസസ്, ഡെലിവറി ഓഫ് ജസ്റ്റിസ് നടക്കാത്തതാണ്. ഇത്രയും ദുർബലമായ ഒരു ജുഡീഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നോക്കൂ, 3,75,000 വിചാരണ തടവുകാരുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു അർത്ഥം ഒന്ന് ആലോചിക്കാം. അവർ ജയിലിൽ കിടക്കുകയാണ്. മിക്കവാറും യുവാക്കളായിരിക്കുമല്ലോ. ഇത്രയും യുവാക്കൾ, അവരുടെ പ്രൊഡക്ടിവിറ്റി അത് സ്തംഭിച്ച് നിൽക്കുകയാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. അവരെന്താണ്? അവരുടെ ജീവിതം കട്ടപ്പോയാൽ നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഈ 3,75,000 ആളുകൾ തീറ്റിപ്പോറ്റാൻ, ഒരു ജയിലിൽ തീറ്റിപ്പോറ്റുണ്ട്. അതിന് എക്സ്ചക്കറിൽ നിന്ന്, നമ്മുടെ ഖജനാവിൽ നിന്ന് മാത്രം ചിലവാകുന്നുണ്ടാവും. എന്തൊരു ദുരന്തമെന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വീക്കായിട്ടുള്ള, അങ്ങേയറ്റം ദുർബലമായിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇന്നിപ്പോൾ സുപ്രീം കോടതി പറയുകയാണ് ദേ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിലേക്ക് വന്നാളെ എന്ന് പറഞ്ഞാൽ എന്താണ്? എഗൻ സുപ്രീം കോടതി എന്താ ചെയ്യുന്നത്? നമ്മുടെ ജുഡീഷ്യറി ദുർബലമാക്കുകയാണ്, ജുഡീഷ്യൽ പെൻഡൻസി കൂട്ടുകയാണ്, അതിന് ജോലിഭാരം കൂട്ടുകയാണ്. അതിന് ജോലിഭാരം അവിടെ കൂടുന്നു, ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നു, സ്തംഭിപ്പിക്കുന്നു. ഓക്കെ, ഇപ്പോഴത്തെ ഭരണഘടനാ പ്രൊവിഷൻസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ടൈം ലൈൻ വെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് സുപ്രീം കോടതിയുടേതെങ്കിൽ ചുരുങ്ങിയ ഒരു റെക്കമെൻഡേഷൻ വെക്കാമല്ലോ. ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയുള്ള ഒരു ലെജിസ്ലേഷൻ നടത്തണം എന്നൊരു പ്രപ്പോസലെങ്കിലും സുപ്രീം കോടതിക്ക് വെക്കാമായിരുന്നല്ലോ, പാർലമെൻറ്റിന് വെക്കാമായിരുന്നല്ലോ. പാർലമെൻറ്റിനോട് നിങ്ങൾ അതിന് അധികാരം, അറ്റ്ലീസ്റ്റ് റെക്കമെൻഡേഷൻ. നോക്കൂ, ഇതൊരു സ്തംഭനം ഉണ്ടാക്കുന്നുണ്ട്. സ്തംഭനം ഉണ്ടാക്കുക, ഭരണസ്തംഭനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് BJPയുടെ നഷ്ടം, CPMൻ്റെ നഷ്ടം, അല്ലെങ്കിൽ DMKയുടെ നഷ്ടം എന്നുള്ളതല്ല, രാജ്യത്തിൻ്റെ നഷ്ടമാണ്. കോടാനുകോടി രൂപ ചെലവഴിച്ച് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു സർക്കാർ അവർ പാസ്സാക്കുന്ന ഒരു ബില്ല്, അത് ഒരു മനുഷ്യൻ, ഗവർണർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളിങ്ങനെ കൈയും കെട്ടി കക്ഷത്ത് കൈവച്ച് നിൽക്കുന്നത് കൊണ്ട് അത് സ്തംഭിച്ചു നിൽക്കുന്നു പറഞ്ഞാൽ അത് ആർക്കാണ് അതിൻ്റെ ദുരന്തം? അത് ഈ രാജ്യത്തിനാണ് അതിൻ്റെ നഷ്ടം. രാജ്യത്തെ സ്തംഭിപ്പിക്കുകയാണ്, ഇതിൻ്റെ മുന്നോട്ട് പോകുന്ന സ്തംഭിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു നിർദ്ദേശമായിരുന്നു സുപ്രീം കോടതി വെച്ച ആ ടൈം ലൈൻ കലണ്ടർ എന്ന് പറയുന്നത്. പക്ഷേ രാഷ്ട്രപതി ഒരു ചോദ്യം ചോദിക്കുന്നു, ഇവർ അത് മടക്കി വെക്കുന്നു. വരാൻ പോകുന്നത് വെച്ചാൽ ഇനിയും ഈ പറയുന്ന ഗവർണർ സംസ്ഥാന സർക്കാർ പോരാട്ടം, നിയമ പോരാട്ടം, ഭരണസ്തംഭനം അത് തുടർന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം വൈസ്രോയി ഭരണത്തിൽ നിന്ന് മാറി ഇത് പുതിയ ഗവർണർമാർ, പുതിയ വൈസ്രോയിമാരായി ഇനിയും വിലസിക്കൊണ്ടിരിക്കും എന്നർത്ഥം. അതെ, സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടലും സംസ്ഥാനങ്ങളും ഗവർണർമാരും തമ്മിൽ നടക്കുന്ന ഈ പോരിൽ ഒരു തരത്തിലും സംസ്ഥാനങ്ങൾക്ക് ഗുണകരമാകില്ല. വീണ്ടും കേസുകളുമായി സുപ്രീം കോടതിയെ തന്നെ സംസ്ഥാനങ്ങൾ സമീപിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ വന്നത്.